ഹരേ കൃഷ്ണ. ശ്രീല സാരംഗ താക്കൂറയുടെ തിരോധാന ദിനത്തിൽ പരമപൂജ്യ ശ്രീല രാധാനാഥ് സ്വാമി മഹാരാജ് സംസാരിക്കുന്നു. യഥാർത്ഥ സമ്പത്ത് എന്താണ്? യഥാർത്ഥ സമ്പത്ത് ഭക്തിയാണ്. കാരണം ആ ഭക്തി വിഷ്ണുവിനെ വാങ്ങാൻ കഴിയും. ആ സമ്പത്തിനായി പരിശ്രമിക്കുക എന്നതാണ് ആത്യന്തിക അഭിലാഷം. ചൈതന്യ മഹാപ്രഭു തൻ്റെ ഭക്തരിൽ പലരെയും ഈ മനോഭാവത്തിൽ ശക്തിപ്പെടുത്തി. അവരിൽ ഒരാളാണ് സാരംഗ താക്കൂർ. അദ്ദേഹത്തിൻ്റെ തിരോധാന ദിനമാണിന്ന്. കൃഷ്ണപ്രേമത്തിൽ അദ്ദേഹം പൂർണ്ണമായും ലയിച്ചു. കൃഷ്ണനോടുള്ള സ്നേഹപൂർവമായ സേവനത്തിൽ മുഴുകി. നവദ്വീപയിൽ 9 ദ്വീപുകളുണ്ട്. ഒന്ന് മോദ്രുമ ദ്വീപ്. ആ ദ്വീപിനുള്ളിൽ മാങ്കാച്ചി എന്ന ഒരു ചെറിയ ഗ്രാമമുണ്ട്. അത് സാരംഗ താക്കൂറിൻ്റെ വസതിയായിരുന്നു. ഗംഗാ നദിയുടെ തീരത്ത് വളരെ പഴയ ബകുല വൃക്ഷത്തിൻ കീഴിൽ അദ്ദേഹം ഇരുന്ന് പ്രാർത്ഥിക്കും. രാധയോടും കൃഷ്ണനോടും കലർപ്പില്ലാത്ത വിശുദ്ധ സ്നേഹപൂർവമായ സേവനത്തിനായി പ്രാർത്ഥിക്കും. പ്രായോഗികമായി രാവും പകലും അദ്ദേഹം വിശുദ്ധ നാമങ്ങൾ ജപിക്കുന്നതിൽ മുഴുകി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അദ്ദേഹം തൻ്റെ ഈ പരിശുദ്ധമായ അവസ്ഥയിൽ ജപിച്ചു കൊണ്ടിരിക്കുമ്പോൾ, വളരെ ആഴത്തിൽ ധ്യാനിക്കുമ്പോൾ, ഭഗവാന്റെ കാരുണ്യത്തെക്കുറിച്ചും ഭഗവാന്റെ ലീലകളെക്കുറിച്ചും ഭഗവാന്റെ പ്രേമത്തെക്കുറിച്ചും കൃഷ്ണകൃപയാൽ ആത്മീയ പരിപൂർണതയുടെ ഉയർന്ന അവസ്ഥയിൽ അദ്ദേഹം എത്തിച്ചേരാറുണ്ട്. വർഷങ്ങളോളം അദ്ദേഹം ആ വൃക്ഷത്തിന് കീഴിലിരുന്ന് ജപിച്ചു. ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിനോട് അഭ്യർത്ഥിച്ചു, താങ്കൾ ഈ സന്ദേശം പ്രചരിപ്പിക്കണം. താങ്കൾ ശിഷ്യന്മാരെ ഉണ്ടാക്കണം. ഭക്തിയിൽ പരിശീലനം നൽകണം. ഭക്തിയുത സേവനത്തിലും. ശിഷ്യന്മാരെ ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും അറിയാമോ? ഇത് നിങ്ങൾ കരുതുന്നത് പോലെ ഉള്ള അത്ര എളുപ്പമായ കാര്യമല്ല. സ്വയം അത് ഉൾക്കൊള്ളാനും ഈ മായകളെയും പ്രശ്നങ്ങളെയും എല്ലാം കൈകാര്യം ചെയ്യുക എന്നിവ വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. ആരാണ് ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഒന്നുകിൽ ഒരു അഹംഭാവിയോ അല്ലെങ്കിൽ വിഡ്ഢിയോ അല്ലെങ്കിൽ ഒരു ഉപകരണം മാത്രമായവരോ അനുകമ്പയോ നിസ്വാർത്ഥമായി ശ്രമിക്കാത്തൊരു വ്യക്തി. അതിനാൽ സാരംഗ താക്കൂർ പല കാരണങ്ങളാൽ ശിഷ്യന്മാരെ സ്വീകരിക്കില്ല. ഒന്ന്, നിങ്ങൾ കൂടുതൽ പുരോഗമിക്കുമ്പോൾ കൂടുതൽ വിനയാധീനതായി തീരും. മഹാത്മാക്കളുടെ പ്രാർത്ഥനയിൽ നാം വായിക്കാറുണ്ട്, അവരാരും ഞാൻ സ്വയം തിരിച്ചറിഞ്ഞ പരമഹംസനാണ് എന്ന് പറയാറില്ല. അവരെല്ലാവരും പറയുന്നു, ഞാൻ പുഴുവിനേക്കാളും മലത്തേക്കാളും താഴെയാണ്, ഞാൻ ഏറ്റവും പതീതനാണ്, ഞാൻ ഏറ്റവും നിരാശനാണ്, ദയവായി കൃഷ്ണ എന്നെ രക്ഷിക്കൂ. നരോത്തം ദാസ് ടാഗോർ പ്രാർത്ഥിക്കുന്നു, പതിത പാവന ഹേതു തവവധാര മോസമാപതിത പ്രഭു നഭയേ ഭയാര. ഇതിനർത്ഥം, ചൈതന്യ മഹാപ്രഭു, അങ്ങ് ഏറ്റവും കൂടുതൽ പതിതരായവർക്ക് വേണ്ടിയാണ് വന്നത്. അതിനാൽ ഞാൻ അവകാശപ്പെടുന്നത്, താങ്കളുടെ മുഴുവൻ സൃഷ്ടികളിലും ഊർജങ്ങളിലും നിരീക്ഷിക്കുകയാണെങ്കിൽ താങ്കൾക്ക് എന്നേക്കാൾ കൂടുതൽ ആരാണ് പതിതരായിട്ട് കാണുവാനുള്ളത്? കണ്ടെത്താൻ കഴിയില്ല. അതാണ് ശുദ്ധമായ ആത്മാവിൻ്റെ സ്വഭാവം. അതിനാൽ സാരംഗ താക്കൂർ സ്വയം യോഗ്യനാണ് എന്ന് തോന്നാതെയിരുന്നു. പക്ഷെ മറ്റൊരു കാരണമുണ്ട്. ആ ബകുല വൃക്ഷത്തിന് കീഴിൽ ഇരിക്കുന്നതിൽ അദ്ദേഹം വളരെ സന്തുഷ്ടനായിരുന്നു. കാരണം ഭഗവത് പ്രേമം മുഴുവൻ ആഗിരണം ചെയ്ത പരിശുദ്ധ നാമങ്ങൾ ജപിച്ചുകൊണ്ട് സ്വന്തം ഉയർച്ചയ്ക്കായിട്ട് ഇരിക്കുമായിരുന്നു. ഈ പുറത്തുപോകലും പ്രചരിപ്പിക്കലും തുടർന്ന് ശിഷ്യന്മാരുമായി ഇടപഴകാനും തുടങ്ങുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭജനത്തിനും ആരാധനയ്ക്കും ഒരു തടസ്സമാവുമായിരുന്നു. അതിനാൽ അദ്ദേഹം ഒരിക്കലും ചൈതന്യ മഹാപ്രഭുവിനോട് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരിക്കലും അത് ചെയ്തില്ല. നാം എല്ലാവരും ഇതുപോലുള്ള ആളുകളെ കണ്ടുമുട്ടാറുണ്ട്. അവർ ഇല്ല എന്ന് പറയുന്നില്ല, അതെ എന്ന് അവർ പറയുന്നില്ല, അവർ ഒന്നും ചെയ്യുന്നില്ല. അതിനാൽ അദ്ദേഹവും അങ്ങനെ ആയിരുന്നു. അതിനാൽ ചൈതന്യ മഹാപ്രഭു വീണ്ടും വീണ്ടും സാരംഗ താക്കൂറിനോട് പറഞ്ഞു, പതിതാത്മാക്കളെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അതിനാൽ എന്നെ സഹായിക്കാനായി താങ്കൾ ശിഷ്യന്മാരെ സ്വീകരിക്കേണ്ടതാണ്. ഹരേ കൃഷ്ണ. വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ചൈതന്യ മഹാപ്രഭു നവദ്വീപിലായിരുന്നു യഥാർത്ഥത്തിൽ. എന്നാൽ ചൈതന്യ മഹാപ്രഭു മാങ്കാച്ചിയിലെത്തി. സാരംഗ താക്കൂർ ബകുല മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്ന് ജപിച്ചു കൊണ്ടിരിക്കുന്നു. അത് വേനൽക്കാലമാണ്.
ബകുലവൃക്ഷം യഥാർത്ഥത്തിൽ ഉണങ്ങിപ്പോയിരിക്കുന്നു. ഇലകളില്ല, പൂക്കളില്ല, തണലില്ല. വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം ആ മരത്തിൻ്റെ ചുവട്ടിൽ ഇത്രയും കാലം ജപിച്ചു കൊണ്ടിരുന്നു. ആ വൃക്ഷത്തെ അദ്ദേഹം സ്നേഹിച്ചു. അദ്ദേഹം വൃക്ഷത്തെ ശരിക്കും സ്നേഹിച്ചു. മരം അദ്ദേഹത്തിന് തണലേകിക്കൊണ്ട് അത്തരം നല്ല സേവനം ചെയ്യുകയായിരുന്നു. അതിനാൽ ചൈതന്യ മഹാപ്രഭു എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹം ആ മരത്തെ ആലിംഗനം ചെയ്തു. സാരംഗ താഗൂറിൻ്റെ കണ്ണുകൾക്ക് മുമ്പിലായി മരം ആയിരക്കണക്കിന് ഇലകളും പൂക്കളും അതിൽ വളരാൻ തുടങ്ങി. അതിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഒരു ഭക്തന് പ്രിയപ്പെട്ട ഏതൊരാൾക്കും ഭഗവാന്റെ പ്രത്യേക കാരുണ്യം ലഭിക്കുമെന്ന് ഉറപ്പു നൽകുന്നുവെന്നുള്ള ഈ വിഷയം വൈദിക ഗ്രന്ഥങ്ങളിലുടനീളം പറയുന്നുണ്ട്. അതിനാൽ ഈ ബകുളവൃക്ഷം ഒരു ജീവനുള്ള ശരീരവുമുള്ള ഒരു നിർജീവ ശരീരം മാത്രമായിരുന്നു. എന്നാൽ എങ്ങനെയായാലും ബകുലവൃക്ഷം ഭജനം ചെയ്യുമ്പോൾ സാരംഗ താഗൂറിന് തൻ്റെ തണലേകുമായിരുന്നു. അത് കുറച്ച് സേവനം ചെയ്യുകയായിരുന്നു. സാരംഗ താഗൂർ ആ വൃക്ഷത്തെ സ്നേഹിച്ചതിനാൽ ചൈതന്യ മഹാപ്രഭു ആ വൃക്ഷത്തെ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഇപ്പോൾ ഈ വൃക്ഷത്തിൻ്റെ പൂക്കൾ സാധാരണ പൂക്കളല്ല. അവ യഥാർത്ഥത്തിൽ കൃഷ്ണപ്രേമത്തിൻ്റെ പ്രകടനങ്ങളാണ്. അവർ വൃക്ഷത്തിന് കൃഷ്ണപ്രേമം നൽകി. ഹരിബോൽ. ചൈതന്യ മഹാപ്രഭു സാരംഗ താഗൂറിനോട് പറഞ്ഞു, നിങ്ങളുടെ ഈ വൃക്ഷത്തിനായി ഞാൻ എന്താണ് ചെയ്തത്? ഇപ്പോൾ അത് നിങ്ങൾ മറ്റുള്ളവർക്കായി ചെയ്യുക. വിശുദ്ധ നാമത്തോടെ നിങ്ങൾ ഉറങ്ങുന്ന ആത്മാക്കളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞുകൊണ്ട് ചൈതന്യ മഹാപ്രഭു അവിടെ നിന്നും പോയി. അതിനാൽ ഭഗവാന്റെ ഇച്ഛയ്ക്ക് താൻ കീഴടങ്ങുകയാണെന്നും മഹാപ്രഭുവിനോടുള്ള സ്നേഹത്താൽ സാരംഗ താഗൂർ തീരുമാനിച്ചു. അതിനാൽ അതിരാവിലെ വളരെ ഇരുട്ടിയിരുന്ന സമയത്ത് ബ്രഹ്മമുഹൂർത്തത്തിൽ പുലർച്ചെ 3:30 അദ്ദേഹം ഗംഗാ നദിയിലേക്ക് നടക്കുകയായിരുന്നു. ഞാൻ ആദ്യമായി ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തിക്ക് ദീക്ഷ നൽകുമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതിനാൽ അദ്ദേഹം ഗംഗയിൽ കുളിക്കുന്നതിനിടയിൽ ഇരുട്ടിൽ എന്തോ അദ്ദേഹത്തിൻ്റെ കാലിൽ സ്പർശിച്ചു. എന്തോ ഒന്ന് അദ്ദേഹത്തിൻ്റെ പാദത്തിൽ സ്പർശിച്ചു. അതൊരു കൊച്ചു കുട്ടിയുടെ മൃതശരീരമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ബംഗാളിൽ അന്നെല്ലാം ഒരു വ്യക്തിയെ ഒരു സർപ്പം ദംശിച്ചാൽ മൃതദേഹം കത്തിക്കുകയോ കുഴിച്ചിടുകയോ ചെയ്യില്ല. അവർ ആ ശരീരം ഗംഗയിൽ ഒഴുക്കുമായിരുന്നു. അവ ഒഴുക്കിൽ പോകുമായിരുന്നു. അതിനാൽ ഈ കുട്ടിയെ സർപ്പം ദംശിച്ച് മരണപ്പെട്ടു. മാതാപിതാക്കൾക്ക് അവർക്ക് ദാരുണമായ നഷ്ടം സംഭവിച്ചു. അദ്ദേഹം ഒരു ചെറിയ കുട്ടി മാത്രമായിരുന്നു. അങ്ങനെ അവർ മൃതദേഹം ഗംഗയിൽ ഒഴുക്കി. അതിനാൽ സാരംഗ താഗൂർ ആ കുഞ്ഞിനെ വെള്ളത്തിൽ നിന്നും പുറത്തെടുത്തു. ഇന്ന് ഞാൻ ആദ്യം കണ്ടുമുട്ടുന്ന വ്യക്തിയാണിത്. അദ്ദേഹം ഹൃദയത്തിൽ പ്രതിജ്ഞ ചെയ്തിരുന്നു. ചൈതന്യ മഹാപ്രഭുവിനോട് പ്രതിജ്ഞ ചെയ്തിരുന്നു താൻ ആദ്യമായി കണ്ടുമുട്ടിയ വ്യക്തിക്ക് ദീക്ഷ നൽകുമെന്ന്. ഇയാളെയാണ് ചൈതന്യ മഹാപ്രഭു അയച്ചത്. അതിനാൽ അദ്ദേഹം ആ കുട്ടിയുടെ ചെവിയിൽ മഹാമന്ത്രം ചൊല്ലുകയും അദ്ദേഹത്തിൻ്റെ പാദത്തിൻ്റെ സ്പർശനത്തിലൂടെയും മഹാമന്ത്രത്തിൻ്റെ ശ്രവണത്തിലൂടെയും കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹത്തിൻ്റെ പാദത്തിൽ വീണ് കരയുകയും ജീവിതം കീഴടങ്ങുകയും ചെയ്തു. ഇത് വളരെ പ്രധാനപരമാണ്. ഭക്തി വിനോദ് ടാഗോർ ജീവ് ജാഗോ ഗൗരചന്ദ ബോലേ കോദ നിദ്ര ജാവോ മായ എന്ന് പ്രാർത്ഥിക്കുന്നു. നാം എല്ലാവരും മായയുടെ മടിയിൽ ഉറങ്ങുകയാണ്. ചിലപ്പോൾ പ്രഭുപാദ് പറഞ്ഞത് ഉറക്കം മരണം പോലെയാണ്. കാരണം നിങ്ങൾ ഉറങ്ങുമ്പോൾ ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ ഉറക്കവും മരണവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിങ്ങൾ ഒരേ ശരീരത്തിൽ തന്നെ ഉണരുക എന്നതാണ്. മരണം നിങ്ങൾക്ക് മറ്റൊരു ശരീരത്തിൽ ഉണരുക എന്നതാണ്. അതൊരേ ഒരു വ്യത്യാസം. നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോഴെല്ലാം നിങ്ങൾ മരിച്ചതുപോലെയാണ്. നിങ്ങൾക്കറിയില്ല, നിങ്ങൾ ആരാണെന്ന് അറിയില്ല, നിങ്ങൾ എവിടെയാണെന്ന് അറിയുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ ധാരാളം യാത്ര ചെയ്യുമ്പോൾ ഇരുണ്ട മുറിയിൽ ഉണരുമ്പോൾ നിങ്ങൾ എവിടെയാണെന്ന് അറിയുന്നില്ല. നിങ്ങൾ ഗാഠനിദ്രയിലേക്ക് വീഴുമ്പോൾ അത് മരണം പോലെയാണ്. നിങ്ങളുടെ തിരിച്ചറിവുകൾ നിങ്ങൾ മറക്കുന്നു. നമ്മൾ മരണം എന്ന് വിളിക്കുന്നത് നിങ്ങൾ മറ്റൊരു ശരീരത്തിൽ ഉണരുക എന്നതാണ്. എന്നാൽ ആ നിബന്ധനകളാണ്. നമ്മൾ മരിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഒരേ ശരീരത്തിൽ തന്നെ ഉണരുന്നു. എന്നാൽ ചൈതന്യ മഹാപ്രഭുവോട് നമ്മോട് പറയുന്നു, മായയുടെ സ്വപ്നത്തിൽ നിന്നും പുറത്തു വരിക, ഉണരൂ. നിങ്ങൾ നിത്യ ആത്മാവാണ്. നിങ്ങൾക്ക് കൃഷ്ണനുമായ ഒരു ബന്ധമുണ്ട്. ആത്മീയ സ്നേഹം ആസ്വദിക്കാനും അത് ലോകത്തിന് നൽകാനുമാണ് ഉദ്ദേശിക്കുന്നത്. ഉണരുക, ഉണരുക. അതാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശം.
അദ്ദേഹം ആളുകളെ എങ്ങനെ ഉണർത്തും? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇവിടെ അദ്ദേഹത്തിൻ്റെ നാമത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ കരുണയുള്ള മഹത്തായ നാമത്തിലൂടെ. അതുകൊണ്ട് ആത്മീയ ഗുരു ആത്മീയ അവസ്ഥയിൽ നിന്ന് മരിച്ച നമ്മളെ ഉണർത്തുകയാണ്. നാം കൃഷ്ണനെ മറക്കുമ്പോൾ നാം എല്ലാ പ്രായോഗിക ആവശ്യങ്ങൾക്കുമായി ആത്മീയമായി മരിച്ചു. അപ്പോൾ എന്താണ് ദീക്ഷ? ദീക്ഷ എന്നത് ഒരു ആത്മീയ ഗുരു ഒരു മന്ത്രം നൽകുകയാണ്. അത് നമ്മുടെ ശാശ്വത സ്വഭാവത്തിലേക്ക് നമ്മെ ഉണർത്തുകയും നമ്മുടെ നിത്യമായ സ്ഥാനത്തേക്ക് നമ്മളെ ഉണർത്തുകയും ചെയ്യുന്നു. നിങ്ങൾ ഉണരുമ്പോൾ ചിലപ്പോഴൊക്കെ നിങ്ങൾക്കറിയാം, കുറച്ച് സമയത്തേക്ക് നിങ്ങൾ ഒരുതരം അവസ്ഥയിലാവുകയും അതിലൂടെ നമ്മൾ കടന്നു പോവുകയും ചെയ്യുന്നു. പൂർണ്ണമായി ഉണർന്നിരിക്കാൻ സമയമെടുക്കുന്നു. പക്ഷേ ഉണർത്തൽ പ്രക്രിയ എന്നത് ആണ് ദീക്ഷ. അതിനാൽ സാരംഗ താക്കൂർ യഥാർത്ഥത്തിൽ ദീക്ഷമന്ത്രം നൽകി അവനെ ജീവസ്സുറ്റതാക്കി. ഭഗവാന്റെ നാമം നൽകി നമ്മുടെ ആത്മാക്കളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നതാണ് ആത്മീയ ഗുരുവിൻ്റെ ലക്ഷ്യം. ആ കൊച്ചുകുട്ടി വളരെ നന്ദിയുള്ളവനായി ഈ വാർത്ത പ്രചരിക്കുകയും ആത്യന്തികമായ മാതാപിതാക്കളുടെ കാതുകളിൽ എത്തുകയും ചെയ്യുന്നു. അവർ സന്തോഷിച്ചു. അവർ തങ്ങളുടെ മകനെ തിരികെ കൊണ്ടുവരാൻ പോകുകയായിരുന്നു. അതിനാൽ എങ്ങനെയോ മറ്റേ അവർ മാങ്കാച്ചിയിലേക്ക് വന്നു. അവർ അവരുടെ കുട്ടിയോട് വീട്ടിലേക്ക് വരൂ, ഞങ്ങൾ നിനക്കായി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. താക്കൂർ മുരാരി എന്ന പേര് നൽകിയ ആ കൊച്ചുകുട്ടി, ചെറിയ മുരാരി, പറഞ്ഞു, യഥാർത്ഥത്തിൽ നിങ്ങൾ തന്ന ശരീരം മരിച്ചു. ഈ ജീവിതം എൻ്റെ ആത്മീയ ഗുരു എനിക്ക് തന്നിരിക്കുന്നു. അതിനാൽ വിശുദ്ധ നാമത്തിൻ്റെ മഹത്വം പ്രചരിപ്പിക്കാൻ അദ്ദേഹത്തിനെ സഹായിച്ചുകൊണ്ട് എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അദ്ദേഹത്തിനെ സേവിക്കാൻ പോകുന്നു. മാതാപിതാക്കൾ അത് സ്വീകരിച്ചു. ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രചാരകരിൽ ഒരാളായി മുരാരി താക്കൂർ മാറി. നിരവധി പേരെ ശുദ്ധമായ സ്നേഹത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം തൻ്റെ ഗുരുമഹാരാജിനെ സഹായിച്ചു. അതായിരുന്നു ചൈതന്യ മഹാപ്രഭുവിൻ്റെ മഹത്തായ ആഗ്രഹം. ശ്രീല പ്രഭുപാദർ ചൈതന്യ മഹാപ്രഭുവിനെ എത്ര പ്രിയപ്പെട്ടതാണ് എന്ന് ഈ ആശയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഹരേ കൃഷ്ണ.